ഹായ് മക്കളെ, അപ്പോൾ വി ആർ ഓൾ സെറ്റ് ഫോർ ദി എക്സാമിനേഷൻ അല്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. നമ്മൾ നോ വൺ വിൽ ഗോ അണ്ടർ വാർഡഡ് എന്നാണ്. നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എൻ്റയർ ടോപ്പിക്സ് നമ്മൾ ഫുള്ള് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ക്ലിയറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായും നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് എഴുതി. വീക്ക്ലി, മന്ത്ലി, മെഗാ മോഡൽ, മെഗാ ടെസ്റ്റ്, അങ്ങനെ പലവിധമായിട്ടുള്ള ധാരാളം എക്സാമിനേഷൻസ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് മാതിരി നമ്മൾ വി ഹാഡ് സ്റ്റഡീഡ് ദി എൻ്റയർ ടോപ്പിക്സ് വെർട്ടിക്കലി, ഹൊറിസോണ്ടലി ആൻഡ് ഡയഗണലി. അതുകൊണ്ട് നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല മക്കളെ. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾ മൊഡ്യൂൾ എക്സാമിനേഷൻസും ഫുൾ ടോപ്പിക്സ് എക്സാമിനേഷൻസും ഒക്കെ ധാരാളം എഴുതി. നമ്മളുടെ ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നിങ്ങൾ ഫുൾ ടോപ്പിക്സ് ആൻഡ് മൊഡ്യൂൾ എക്സാമിനേഷൻസ് എഴുതിയതിൽ നിന്ന് തന്നെ ഒരു 1:6 റേഷ്യോ, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും, ഓരോ ചാപ്റ്ററിൽ നിന്നല്ല, ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ ചുരുങ്ങിയത് ഒരു 6 ക്വസ്റ്റ്യൻസ് വീതമെങ്കിലും നിങ്ങൾ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ വിജയം സുനിശ്ചിതമാണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ പലപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയൊക്കെ അധികം പഠിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് സബ്ജക്റ്റിലെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾക്ക് തെറ്റുവരുത്താനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. പക്ഷേ നമ്മളെപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷാ ഹാളിൽ വെച്ച് നമുക്ക് കിട്ടാത്ത ഉത്തരം നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ ഉത്തരം കിട്ടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ എക്സാമിനേഷൻസിൽ വരുത്തുന്ന മൈനർ മിസ്റ്റേക്സ് ആണ്, വിച്ച് യു ക്യാൻ ഡെഫിനറ്റ്ലി അവോയ്ഡ്. അതിൽ ഒന്നാമത്തെ കാര്യം, ആ അവോയ്ഡൻസിന് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്താ, പ്ലീസ് ഡോണ്ട് ഹറി അപ്പ്. നിങ്ങൾ സമയമില്ല എന്നുള്ള ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചോദ്യം മുഴുവൻ വായിക്കാതെയും ഒക്കെ ഉത്തരം കയറി എഴുതി അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നിങ്ങൾ വരുത്താറുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓവർ തോട്ട്സ്, അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിൽ നമ്മൾ പ്ലെയിനായിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരം ആയിരിക്കും ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവുക. ഇത്ര ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ, അതുകൊണ്ട് ഇതിലെന്തോ ഒരു കാര്യമായിട്ടുള്ള സംഭവമുണ്ട് എന്ന് കരുതി നിങ്ങൾ പിന്നെയും അതിനെക്കുറിച്ച് ഓവർ തോട്ട്സ് വരുത്തി വളരെ ആലോചിച്ച് തെറ്റിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതും ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചേക്കുന്ന സയൻസ് വെച്ചിട്ട്, നമ്മൾ പഠിച്ചേക്കുന്ന തിയറി ആൻഡ് ലോജിക്ക് വെച്ചിട്ട് എന്താണോ ഉത്തരം കിട്ടുക അത് തന്നെയായിരിക്കും മോസ്റ്റ്ലി നമുക്ക് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഡോണ്ട് ബി അണ്ടർ ഓവർ തോട്ട്സ്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് ഇതിനോടകം പലതവണ നിങ്ങളത് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതായത് നമ്മളൊരു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് പ്രീ ആൻഡ് പോസ്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് പാസ്റ്റ് ക്വസ്റ്റ്യനെയും ഫ്യൂച്ചർ ക്വസ്റ്റ്യനെയും, അതായത് നമ്മളൊരു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മുന്നേ ചെയ്ത ചോദ്യത്തിനുള്ള ഉത്തരം ശരി തന്നെയാണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കും. അതേപോലെ തന്നെ നമ്മൾ അബദ്ധത്തിൽ അടുത്ത ചോദ്യം കാണുകയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കുമെന്നുള്ള നമ്മൾ ആ സമയം തന്നെ ആലോചിക്കും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുന്നത്തെ ചോദ്യവും വരാൻ പോകുന്ന ചോദ്യത്തിനെ കുറിച്ചൊക്കെ ബോധറേഷൻസ് വരുത്തും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബി ഇൻ ദ പ്രസൻറ്റ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം ഏതാണോ ആ ചോദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിലുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മൾ പഠിച്ചേക്കുന്ന സയൻസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നേടാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മളുടെ പെർഫോമൻസ് വളരെ വലുതായിട്ട് ഉയരും. നമുക്ക് മെറിറ്റോറിയസ് ആയിട്ട് വളരെ നല്ല മാർക്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മൈനർ മിസ്റ്റേക്സ് എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു അത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയാണ് പരീക്ഷ നടക്കുക. അപ്പോൾ പരീക്ഷ നടക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഏതെങ്കിലും പുതിയ ടോപ്പിക്സ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും നടത്തരുത്. നമ്മൾ പഠിച്ചേക്കുന്നത് വെച്ചിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഓഫ് ന്യൂ ടോപ്പിക്സ് ഷുഡ് ബി ഡെഫിനറ്റ്ലി അവോയ്ഡഡ്. നിങ്ങൾ പഠിച്ചേക്കുന്നത് തന്നെ ധാരാളമുണ്ട്, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള അവസരവുമുണ്ട്, അതോർക്കുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഓൺ ന്യൂവർ ടോപ്പിക്സ് ഷുഡ് ബി ഡെഫിനറ്റ്ലി അവോയ്ഡഡ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാമല്ലോ, അതായത്
നിങ്ങളിപ്പം പിന്നെ എന്താ നിങ്ങൾക്ക് ഇവിടുന്ന് ഹോം ടെസ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ പരീക്ഷ എങ്ങനെയാണോ എഴുതുന്നത്, ഇവിടെ നിങ്ങൾ പരീക്ഷ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോം ടെസ്റ്റും ഒരു എക്സാമിനേഷൻ പോലെ തന്നെ എഴുതുക. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷയുടെ അന്ന് രാവിലെ നമുക്കൊരു വാമിംഗ് അപ്പിന് വേണ്ടിയിട്ട് വാമപ്പായിട്ട് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി നിങ്ങൾ പരീക്ഷയുടെ അന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബോട്ടണിയിലെയും സുവോളജിയിലെയും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 15 or 20 ചോദ്യം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുക. ആ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് പോകേണ്ടത്. അല്ലാതെ നേരെ പരീക്ഷയ്ക്ക് ചെന്നിട്ട് എന്ത് ചെയ്യരുത്, ആ സമയത്ത് ഒബ്ജക്റ്റീവ് ചെയ്യുന്ന ഒരു അവസരം അല്ലെങ്കിൽ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ പറയണത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഏതൊരു മത്സരത്തിനാണെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് അത്ലറ്റിക്സിലൊക്കെ വാമിംഗ് അപ്പ് സെഷൻ എന്തായാലും ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ ഒരു വാമിംഗ് അപ്പ് സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അന്ന് പരീക്ഷയ്ക്ക് പോകേണ്ടത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ ആദ്യം പറയട്ടെ, അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങളെ അക്കമ്പനി ചെയ്യുന്ന ആരോടെങ്കിലും തലേദിവസം തന്നെ പോയി പരീക്ഷ, അതായത് പരീക്ഷാ ഹോള് എക്സാമിനേഷൻ സെൻറ്റർ ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കാൻ പറയുക. പരീക്ഷാ ഹാളിൽ നിങ്ങളോട് എപ്പോഴാണോ എത്താൻ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് തന്നെ നിങ്ങൾ എത്തുക. ഒരു കാരണവശാലും നമുക്ക് ഷെഡ്യൂൾഡ് ടൈം, എക്സാമിനേഷൻ ഷെഡ്യൂൾഡ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ എത്തുക. പിന്നെ ഒപ്പം എന്താണോ NTA പരീക്ഷാ ഹാളിൽ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള പരീക്ഷാ ഹാളിലും പിന്നെ ഡ്രസ് കോഡും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ചില നിഷ്കർഷകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പരീക്ഷണത്തിൽ നിൽക്കേണ്ട. എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് അത് മാത്രം ചെയ്യുക, അതേ ചെയ്യാവൂ, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ അതിനൊരു പരീക്ഷണത്തിന് വേണ്ടി ദയവേത് മുതിരരുത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക. സർവോപരി നിങ്ങൾ എന്ത് ചെയ്യുക, യു ഷുഡ് ബി കീപ്പിംഗ് യുവർ സെൽഫ് ഹെൽത്തി ആൻഡ് ഹൈജീനിക്. അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ഹെവി ആയിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിങ് സെഷനാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ടയേർഡാവും. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യം നല്ലപോലെ ഉണ്ടായിരിക്കുക. അങ്ങനെ ആർക്കും അസുഖങ്ങളൊന്നും വരാതെ നോക്കുക. നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് പോയി പരീക്ഷ എഴുതണം. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പരീക്ഷാ ഹാളിൽ കയറി നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്ന യുവർ സക്സസ് വിൽ ബി ഡെഫിനറ്റ്ലി പ്രൊപ്പോർഷണേറ്റ് ടു യുവർ പ്രസൻസ് ഓഫ് മൈൻഡ് വൈൽ യു ആർ ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി വിത്ത് ലോട്ട്സ് ഓഫ് കോൺഫിഡൻസ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷയിൽ ഓരോ ചോദ്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ആ ആത്മവിശ്വാസമായിരിക്കും നമ്മുടെ റിസൾട്ടായിട്ട് മാറുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ധാരാളം പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ചോദ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, എല്ലാ തരത്തിലും 360 ഡിഗ്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി പോയി നിങ്ങൾ പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരിക. അപ്പം റേസിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും പേരൻസിൻ്റെയും ഒക്കെ ഒറ്റ ആഗ്രഹം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ 3 പേരുടെയും അധ്വാനവും നമ്മളുടെ 3 പേരുടെയും പ്രാർത്ഥനകളും തീർച്ചയായിട്ടും റിസൾട്ടായിട്ട് മാറുക തന്നെ ചെയ്യും. നിങ്ങളുടെ അത്രയും ചെയ്യാൻ ഇത് ആർക്കും സാധിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി പോയി പരീക്ഷ എഴുതുക, വലിയ വിജയം നേടുക. അതിനുള്ള എല്ലാ ആശംസകളും. ഡു വെരി വെൽ ആൻഡ് കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ആൻഡ് വൺസ് ദ റിസൾട്ട്സ് ആർ ഔട്ട്, ലെറ്റ്സ് സെലിബ്രേറ്റ്. ലവ് യു ഓൾ.